ഹലോ മക്കളെ, ഞാനിന്ന് ഊട്ടി വിശേഷം 2ാം പാർട്ട്. അതോടുകൂടി എൻ്റെ ട്രിപ്പ് അവസാനിച്ചിരിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, നല്ല തിരക്കായിരുന്നേ. അപ്പോൾ ഇത് കണ്ടോ, ഊട്ടിയുടെ കുറച്ച് പ്രകൃതി ഭംഗികൾ ആസ്വദിക്കുന്ന കുറച്ച് സീനുകളൊക്കെയാണ് ഇത്. അത് കഴിഞ്ഞിട്ട് തമിഴ്നാട് ഗാർഡൻ എന്നും പറഞ്ഞിട്ടൊരു ഗാർഡനുണ്ട്. തമിഴ്നാടാണോ? തമിഴ്നാട് ഗാർഡൻ എന്നും പറഞ്ഞൊരു ഗാർഡനുണ്ട്. ആ ഗാർഡനിൽ നമ്മൾ പോയി. നല്ല രസമായിരുന്നു. അതായത് ഫുള്ള് ചെടികൾ, മറ്റേ ഈ ലാൻഡ്സ്കേപ്പ് വെച്ചിരിക്കുന്ന ചെടികളിൽ ആ ചെടികളൊക്കെ കൊണ്ട് ഓരോ ഷേപ്പിലും ഓരോ ഇതിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോരോ രീതിയിലുള്ള സ്റ്റൈലായിട്ടുള്ള രൂപങ്ങളൊക്കെ കാണാതെ നല്ല ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനാണ് ഏറ്റവും നല്ല. കുറച്ച് ഫോട്ടോസ് റീൽസൊക്കെ എടുത്ത് നല്ല അടിപൊളി പോസ്റ്റൊക്കെ ഇടാനായിട്ട് നമുക്ക് ഏറ്റവും നല്ല. അപ്പോൾ ഊട്ടി പോകുമ്പോൾ നിങ്ങൾ മിസ്സാക്കരുത്. പക്ഷേ വെക്കേഷൻ ടൈമിൽ പോവല്ലേ ആരും. ഇതിനും ഫീസുണ്ട് കേട്ടോ. ഇതിന് 50 റുപ്പീസാന്ന് തോന്നുന്നു. അഡൾട്ടിന് മാത്രമേ ഉള്ളൂ, ചൈൽഡിന് ഇല്ല. കാരണം കുറച്ച് പട്ടി ഷോയൊക്കെ ഉണ്ട് എൻ്റെ. അതൊക്കെ നിങ്ങൾക്ക് ചുമ്മാ കാണാനായിട്ട് ഒരു രസത്തിന് ഓരോന്നൊക്കെ ഞാൻ കാട്ടിക്കൂട്ടുന്നതാണ്. പിന്നെ അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് അടിപൊളിയായിട്ട് കുറേ നടക്കാനുണ്ട്, ഇഷ്ടം പോലെ നടക്കാനുണ്ട്. പക്ഷേ ഈ തണുപ്പ് സീസണാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, എന്നോ വെയിലാണെന്നില്ല. പക്ഷെ വെയിലാന്ന് പറഞ്ഞിട്ട് അതും വലിയ ഇതല്ല, വലിയ ചൂടില്ല, നല്ല വെയിലാണ്. പക്ഷേ ചെറിയ ഈ തണുത്ത കാറ്റ്, ഇതൊക്കെ ഫുൾ പൂക്കളാണ്. നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ നല്ല ഭംഗിയാണ്. പിന്നെ ഇതടാ, ഞങ്ങളുടെ നന്ദപ്പൻ കിടന്ന് ഉരുണ്ട് കുറേ ഇതുപോലെ പിള്ളേരെല്ലാം ഓരുന്നു. ഇതൊരു പാലമാണ്, നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജ് പോലെ. പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജല്ല, പക്ഷേ അല്ലാതെ കൂടി ഇങ്ങനെ കയറി ഇതിൽ കൂടെ ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ ഈ കാഴ്ച കറി. നമ്മളിവിടെ കുറേ നേരം റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മ്യൂസിക് ഫൗണ്ടനൊക്കെ അവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ ഫിഷൊക്കെ ഉണ്ട്. പിന്നെ ഇത് തേയിലത്തോട്ടമാണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും, പക്ഷേ അവരതിനകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തേയിലത്തോട്ടമാണ്. ആ തേയിലത്തോട്ടം നല്ല ഭംഗിയാണ്. തേയിലത്തോട്ടം പോലെയുള്ള ചെടികളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ല രസമാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും കറക്റ്റ് തീക്കണ്ട, അതിൻ്റെ പുറത്തൊക്കെ നന്ദപ്പനെ കയറി കിടത്തി ചുമ്മാ അവരത് കണ്ടിട്ടൊക്കെ നമ്മളെ കിഡ്നാപ്പ് ചെയ്തേരെ. അപ്പം നമ്മൾ വെറുതെ പറയുന്ന കേട്ടോ, പറയുമായിരിക്കും എന്തെങ്കിലുമൊക്കെ പറയാതിരിക്കുമോ, അവരുടെ ചെടിയിൽ. പക്ഷേ ആ പാകത്തിന് വെയിറ്റ് ഇല്ല. അപ്പം നമ്മൾ ഇത് നോക്കും, വലിയ പാലമാണ്, ഗ്ലാസ് ബ്രിഡ്ജല്ല മറ്റേ. പക്ഷേ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ തുള്ളാനോ ചാടാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല, ജസ്റ്റ് നടക്കുക, അത്രയേ ഉള്ളൂ. ഇത് ഇരുമ്പിൻ്റെ ഇത് വേണം, ഫുള്ളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഷോസ് കാണിക്കാൻ കുറച്ച് നല്ലതാണ്. നമ്മുടെ പട്ടി ഷോസ് തീർച്ചയായിട്ടും കാണിക്കാം, വീഡിയോ എടുക്കാനും ഒക്കെ നല്ല ലൊക്കേഷനാണ്. നല്ലതെന്നൊക്കെ അവിടെ ഫുൾ ഇത്രയും സ്ഥലങ്ങളാണ്. ഇനി അവർ ഇതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറക്കല്ലേ, അപ്പോൾ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ബൈ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതോടുകൂടി നമ്മൾ ഊട്ടി തീർന്നു. ബൈ.